വളരെ വിഷമത്തോടെയും നാടിനെക്കുറിച്ച് ആശങ്ക നിറഞ്ഞൊരു ചിന്തയോടെയുമാണ് നമ്മുടെ നാട് ഇന്ന് സുപ്രഭാതത്തിൽ നമ്മൾ ഉണരുന്നത്. ഞാനൊക്കെ പഠിച്ച സ്കൂളിലെ ഒരു കുട്ടി മറ്റു കുട്ടികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, ഈ ആക്രമണത്തെയും കൊലപാതകത്തെയും പോലും വളരെ നിസ്സാരവൽക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ ഇടയിലെ ചർച്ചകൾ മാറി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാലമാണിത്. ഒരു മനുഷ്യനെ കൊണ്ട് കൊല്ലുക, അതിനെ വളരെ ഈസി ആയിട്ട് കാണുക. ഇപ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പം ആ ഗെയിമിൽ ഒരു കൊലപാതകം, ഒരു ആക്രമണം, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം അത്രയും ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്നത്തെ കുട്ടികളെ ഇതിന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ലഹരിയുടെയും അവരെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമാസിൻ്റെയും ഒക്കെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. പണ്ടുള്ളവരും ഇതൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അവർക്കിത് ചെയ്തിരുന്നെങ്കിലും അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലി ടൈം, ഒരു കുടുംബ സാമൂഹിക മൂല്യാധിഷ്ഠിതമായ മറ്റൊരു ജീവിതം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല എന്നുള്ളതാണ്. 24 മണിക്കൂറും ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലുമായിട്ട് ജീവിതം കഴിഞ്ഞുകൂടുമ്പം അവരിലേക്ക് അതിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ അവരെ സ്വാധീനിക്കുകയാണ്. അതവരുടെ ജീവിതത്തിൻ്റെ ആദർശമായി മാറുകയാണ്. കൊലപാതകങ്ങൾ പോലും നിസ്സാരവൽക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ പരിവർത്തനം ചെയ്യുകയാണ്. വളരെ സീരിയസ് ആണ്. ഇന്നിപ്പോൾ ഒരു വൈകാരികമായൊരു സംഘർഷം വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ, അതിനെ ഒന്ന് ക്ഷമിപ്പിക്കാൻ പറ്റുന്ന ഒരു ആദർശങ്ങൾ നമ്മുടെ കുട്ടികളിൽ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം. അവരുടെ ആദർശങ്ങൾ അവർ കണ്ട സിനിമകളും അവർ കണ്ട ഗെയിമുകളും അവർ കണ്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അവർ കണ്ട കമ്പാരിസണുകളുമായി മാറുമ്പം അവരുടെ ആദർശങ്ങൾ അതിലേക്ക് വഴി മാറുമ്പം ഇതുപോലുള്ള ഒരുപാട് ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ലഹരിയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും അടക്കാൻ പറ്റാതെ ഒന്ന് ക്ഷമിക്കാൻ പറ്റാതെ നിലനിർത്തുന്ന അവരുടെ ഇതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ചർച്ചകളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം, ഒരു പ്രണയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായി, അതിൻ്റെ പേരിൽ ഒരു വൈകാരികമായിട്ടുള്ളൊരു സംഘർഷം അവിടെ ഉടലെടുക്കുന്നു. അത് പിന്നെയും ഇങ്ങനെ ചർച്ചകളിലൂടെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്വാധീനം ഇൻസ്റ്റാഗ്രാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ ഈ കൊലപാതകം ചെയ്ത കുട്ടികൾ തന്നെ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകം ചെയ്ത കുട്ടികൾ തന്നെ ആ കുട്ടികൾ ഇത് ചർച്ച ചെയ്യുമ്പം അവർ വളരെ ഈസി ആയിട്ട് കാണുക. ഈ ഒരു ചർച്ച അവിടെ നിലനിൽക്കുന്ന ഒരു വൈരാഗ്യങ്ങൾ നിന്നിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ഈ കുട്ടികൾ ശിക്ഷിക്കപ്പെടണം. ജയിലിൽ കിടക്കണമെങ്കിൽ കിടക്കണം. 10-15 വർഷം ജയിലിൽ കിടന്നാലും അവരെ രക്ഷപ്പെടുത്താൻ അവരുടെ രക്ഷിതാക്കൾ ഒരു കാരണവശാലും ശ്രമിക്കാൻ പാടില്ല. രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവരിൽ വീണ്ടും അക്രമ സ്വഭാവം വർദ്ധിച്ചു വരികയുള്ളൂ. ഞങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് രക്ഷിതാക്കളുണ്ട് എന്നുള്ള ഒരു ചിന്ത അവരിലുണ്ടാവുകയും അത് അവരിൽ പിന്നെ എനിക്കറിയാം, ലഹരിക്കൊക്കെ അടിമപ്പെട്ട് ലഹരിയിൽ ഒക്കെ പിടിക്കപ്പെട്ട് പലതവണ ജയിലിൽ പോയിട്ടും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രമം നടത്തുന്നത് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ആ കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ആ ഗവൺമെൻറ് കൊടുക്കുന്ന ശിക്ഷ അത് അവരെ കൊണ്ട് അനുഭവിപ്പിക്കുക തന്നെ വേണം. ജയിലിൻ്റെ അഴികളിൽ അവർ കിടക്കണമെങ്കിൽ കിടക്കുക തന്നെ വേണം. അതിൻ്റെ പേരിൽ അവരെ ഭാവി ജീവിതത്തെ ബാധിക്കുമെങ്കിൽ അത് ബാധിക്കുക തന്നെ വേണം. ഒരു ലഹരി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അക്രമശക്തിയോ ഒരു പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ കിട്ടാതിരിക്കുക തന്നെ വേണം. അപ്പോഴേ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാവുള്ളൂ. നിയമക്കുരുക്കുകൾ നിസ്സാരമാണെന്നുള്ളൊരു ധാരണയാണ് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് പേരെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളിത് ചെയ്താലും അയാളങ്ങ് അടിച്ചു പോയാലും മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതുപോലുള്ള ക്രിമിനൽ ആക്റ്റുകൾ ചെയ്യാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? വീട്ടുകളെയും രക്ഷിതാക്കളെയും പേടിയില്ല, അധ്യാപകരെ പേടിയില്ല, ആരെയും പേടിയില്ല. പേടിക്കണം എന്നല്ല പറയുന്നത്, അവരെ ഒരു കാര്യം തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രചോദനം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു രക്ഷിതാവ് ഒരു ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടപ്പം അത് തടയാൻ ശ്രമിച്ചപ്പം ആ രക്ഷിതാക്കളെ തെറി ഒഴിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടതാണ്. മനസ്സിലായില്ലേ? ഇതുപോലത്തെ ഒരു സാഹചര്യം വളരെ കൂടിക്കൂടി വരുന്നു. ഇനി ഇത് കൂടിക്കൂടി വരികയുള്ളൂ. മനസ്സിലായില്ലേ? എത്രയേറെ നമ്മൾ ടെക്നോളജിക്കൽ സാധ്യതകൾ മനുഷ്യൻ്റെ ഇൻട്രാക്ഷനുകളെ പിടിച്ചു നിർത്താൻ അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവനെ കൊല്ലണം എന്ന് പറഞ്ഞ് തീരുമാനിക്കുമ്പോൾ ആ ചിന്തകളെ ചിലപ്പോൾ നമുക്കൊരു കാര്യം ഒരു പ്രശ്നം ചോദിച്ചാൽ പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള ആ ചർച്ച പുരോഗമിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇന്ന് ചർച്ച പുരോഗമിക്കാനുള്ള സാഹചര്യം ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുകയാണ്. അതാണ് അവിടെ കൊലപാതകം. ഈ കുട്ടിയോട് അനീതി കാണിച്ച ഓരോ കുട്ടിയും ജയിലിൽ അടക്കപ്പെടണം, ശിക്ഷ ലഭിക്കപ്പെടണം. അവർ ജയിലിൽ തന്നെ കിടക്കണം. അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ രക്ഷിതാക്കൾ ഒരു കാരണവശാലും ശ്രമിക്കാൻ പാടില്ല. ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്താവുമെന്ന് വിചാരിക്കേണ്ട.
അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ലഹരിക്ക് അടിമപ്പെട്ട ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ പിടിച്ചപ്പം, ഒരു പോലീസ് വന്ന് പിടിച്ചപ്പം ആ രക്ഷിതാവ് പറഞ്ഞു, കൊണ്ടുപോയിക്കോ അവനെ. ആ രക്ഷിതാവ് കാണിച്ച കറേജാണ് നമ്മൾ കാണിക്കേണ്ടത്. എന്നാലേ നമ്മുടെ കൗമാരത്തിന് ഈ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെയ്താലുള്ള ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളുടെ കുട്ടീന് പട്ടിണിയൊന്നും ആവില്ല ജയിലിൽ പോയാൽ. പട്ടിണിയാവൂല. ഗവൺമെൻറ് ചിലവിൽ അവരെ നോക്കിക്കോളും. അതാണല്ലോ ഏറ്റവും വലിയ പേടി. മനസ്സിലായില്ലേ? സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും ക്രിമിനലായി മാറും. നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ. ഒരിക്കലും രക്ഷപ്പെടുത്തരുത്. പലപ്പോഴും ലഹരിക്കൊക്കെ അടിമപ്പെട്ട് ഒരുപാട് കുട്ടികളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ വീടും പറമ്പും വിറ്റ് പോകണമല്ലോ ഞാൻ കാണാറുണ്ട്. ഞാൻ പറഞ്ഞു പാടില്ല. ഗവൺമെൻറ് സെക്ടറിൽ മാത്രം അവർക്ക് നിശ്ചയിക്കുന്ന ചികിത്സ കൊടുത്താൽ മതി. അതിനുവേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കരുത്. കാരണം ഒരു പ്രാവശ്യം ഓക്കെ, 2-3 പ്രാവശ്യം വരുമ്പോഴേക്ക് വീണ്ടും വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് കടബാധ്യത ഉണ്ടാക്കി നിങ്ങൾ പോകരുത്. അവർക്ക് കിട്ടേണ്ട പണിഷ്മെൻറ്റും ശിക്ഷണം കിട്ടണം. അധ്യാപകർക്ക് വടി കൊടുക്കൂ എന്നുള്ള ആ ഒരു കാര്യങ്ങൾ കുറേ നാളായി പറയുന്നു. കൊടുക്കണം, വടി കൊടുക്കേണ്ടത് അടി കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് അവരെ നോവിപ്പിക്കാൻ വേണ്ടിയല്ല, അവർക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ കുട്ടികൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ അവർ പറയാ ഒന്നും ചെയ്യൂല, കൂട്ടക്കൊലപാതകം ഇവരെല്ലാവരോടും ചെയ്തതല്ലേ, ശിക്ഷിക്കപ്പെടില്ല. ശിക്ഷിക്കണം. ജയിലുകളിലേക്ക് ആ കുട്ടികളെ മാറ്റണം. ഇനി കുറച്ച് വർഷങ്ങൾ ആ കുട്ടികൾ ജയിലുകളിൽ തന്നെ അവരെ കലാലയ ജീവിതം പേടിക്കേണ്ട. പഠനവും അവിടുന്ന് കൊടുക്കും. ജയിലിൽ തന്നെ പഠനം കൊടുക്കും. കുട്ടികളെ നന്നാക്കാനെടുക്കാൻ ശ്രമങ്ങൾ നടക്കും. ആ കുട്ടികൾ ജയിലിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇതിനിയും ആവർത്തിക്കപ്പെടുകയാണ് എന്ന് പ്രത്യേകം ഓർക്കണം. മനസ്സിലായില്ലേ? ഇതുപോലുള്ള തീർച്ചയായിട്ടും വളരെ വിഷമകരമായ സാഹചര്യങ്ങൾ, ഇതുപോലുള്ള കർമ്മങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ.